നമുക്കിന്ന് എളുപ്പത്തിലൊരു മുട്ടക്കറി തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തേങ്ങ അരച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നമ്മുടെ പത്തിരിയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിനായിട്ടൊരു ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 5 or 6 ചെറിയുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കടുകൊന്നും നമ്മൾ വറവ് കഴിച്ച് കടുകൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉള്ളിയാണ്, ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. വലിയ ഉള്ളി എടുക്കാതെ ചെറിയുള്ളി തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ ചെറിയുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞൊന്നും വരണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നില്ല. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ ഈ യെല്ലോ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങയുടെ അരപ്പൊക്കെ വരുന്നത് കൊണ്ട് അതിനൊക്കെ കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇതിലുള്ള തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. മുട്ടക്കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ എടുക്കാം. അതിലേക്ക് 2 ചെറിയുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ. അപ്പോഴത്തേക്ക് നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട ചേർത്ത് കൊടുക്കണം. ഒരു മുട്ട ഒരു ബൗളിലേക്ക് ചേർത്ത് നമുക്കതിലേക്ക് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് എത്ര മുട്ട വേണോ നമുക്കതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല. നമ്മൾ അതേപോലെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളമാക്കിയിട്ട് വീണ്ടും കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായി പോകും. അപ്പോൾ ആദ്യം കുറച്ച് ലൂസായിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ച് അതിൻ്റെ ചൂടൊക്കെ ആറുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഒരു മീഡിയം തിക്നെസ് വേണം. നമ്മൾ ആദ്യമേ തിക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേക്ക് നല്ല തിക്കായി പോകും. അതുകൊണ്ട് ആദ്യം കുറച്ച് ലൂസിലാക്കിയതിന് ശേഷം പിന്നെ തണുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൺസിസ്റ്റൻസിയിൽ വന്നോളും. ഇതുപോലെ ഉണ്ടാവും മുട്ട. നമ്മൾ ആദ്യം ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ കിട്ടില്ല. ഇപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ വളരെയധികം ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. നമ്മൾ ടയർ പത്തിരി, ഇതുപോലെയുള്ള പത്തിരി ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. താങ്ക് യു.